അഡ്വക്കേറ്റ് അനിൽ വെളിയിൽ താങ്കൾക്ക് മറുപടി പറയാൻ നമുക്ക് അവസാനിപ്പിക്കാം പ്ലീസ്. ചേട്ടാ, ഈ ജലീൽ പുല്ലൂര് ഞാൻ അപരമത വിദ്വേഷമൊന്നുമല്ല പറഞ്ഞത്. ഞാൻ സാധാരണ ഹൈന്ദവ സമൂഹത്തിലെ പ്രതിനിധികളുടെ ഒരു വ്യക്താവായിട്ടും അല്ല പറയുന്നേ. സാധാരണ ഹിന്ദുവിന്റെ ഒരു വികാരമാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അങ്ങനൊന്നും പറയരുത് രാഷ്ട്രീയത്തിനെ പറ്റി. 57 വയസ്സുള്ള താങ്കൾക്ക് കേരള രാഷ്ട്രീയം വ്യക്തമായിട്ടൊന്നും അറിയില്ല. ശ്രീ ജോർജ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ താങ്കളെക്കാൾ കൂടുതലൊക്കെ കാലം, താങ്കൾക്ക് 57 വയസ്സേ ഉള്ളെന്നാണ് പറഞ്ഞത്. അതിനേക്കാൾ പ്രായം ജോർജ് കുര്യനുണ്ട്. BJP 1980-കൾക്ക് ശേഷമാണ് ഉണ്ടായത്. അതിനു മുമ്പ് തന്നെ ജോർജ് കുര്യനൊക്കെ ഈ പ്രസ്ഥാനത്തിൽ കൂടി വളർന്നു വന്ന ദേശീയ തലത്തിലേക്ക് വന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒന്നും കാലുമാറി വന്നതല്ല. താങ്കളുടെ മനസ്സിൽ കിടക്കുന്ന കാലുമാറികളും ഇത്തരത്തിലുള്ള ദേശീയവാദികളുമായിട്ടും താരതമ്യപ്പെടുത്തരുത് ദയവായിട്ട്. താങ്കൾ പറഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. താങ്കളുടെ വീട്ടിൽ മാംസാഹാരം ഒന്നും വിളമ്പില്ലായിരുന്നു പറഞ്ഞ സന്തോഷം, അത് നല്ലൊരു ശീലം തന്നെയാണ്. പക്ഷേ മഹാഭൂരിപക്ഷം അവസാനിപ്പിക്കും. വ്രതം മുറിക്കുന്നത് അവസാനം ഇദ്ദേഹത്തിന്റെ വീട്ടിലാണെന്നാ പറഞ്ഞേ. അതെ, വളരെ അതിനൊന്നും ഞാൻ എതിർപ്പ് പറയുന്നില്ല. പക്ഷേ ശബരിമല ഒരു ആഗോള തട്ടിപ്പ് കേന്ദ്രമായി മാറുകയാണ്. താങ്കൾ പറഞ്ഞല്ലോ ഭീമാ പള്ളിയിലെ തട്ടിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലൊന്നും അല്ല. താങ്കൾക്ക് ഹിന്ദുമത സ്ഥാപനങ്ങളെ പറ്റി വലിയ ബോധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. വിളക്കെണ്ണ മുതൽ വിളക്കിത്തിരി മുതൽ വിളക്കെണ്ണ വരെ ആന വഴിവാര് വരെ എല്ലാത്തിലും ശുദ്ധമായ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതുകൊണ്ടാണ് താങ്കൾ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഉള്ളത്. ഈ തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും പിടിക്കാനും നിരീക്ഷിക്കാനും വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ലല്ലോ. അത് താങ്കൾ എന്താ മനസ്സിലാക്കാത്തെ? ഇക്കാര്യത്തിൽ LDF മാത്രമല്ല കുറ്റക്കാർ, UDF-ഉം 1975 വർഷമായ ഈ ദേവസ്വം ബോർഡിലെ ആ അമ്പലം വിഴുങ്ങികളെല്ലാം ഈ രണ്ട് മുന്നണിയുടെ ആൾക്കാരായിരുന്നു. അവരൊക്കെ അത് അനുഭവിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതിനകത്ത് ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതല്ല അയ്യപ്പ സംഗമത്തിന്റെ എന്തോ ഒരു മികവ്, ആ പൊലിമ തകർക്കാനാണ് ഈ കാര്യങ്ങൾ നടന്നതെന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അയ്യപ്പ സംഗമത്തിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് LDF-നെ പിന്തുണച്ചവർക്കുമാണ്. അപ്പോൾ ഈ കൃത്യമായൊരു ബോധ്യം അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അദ്ദേഹം അത് പഠിക്കുന്നതായിരിക്കും. ഇപ്പോഴും ഞാൻ ചോദിച്ച 2 ചോദ്യത്തിൻ്റെ മറുപടി അദ്ദേഹം, ആദ്യഘട്ടത്തിൽ ചോദിച്ച 2 ചോദ്യത്തിൻ്റെ മറുപടി അദ്ദേഹം ഇതുവരെ പറഞ്ഞില്ല. അതിലെല്ലാം അദ്ദേഹം ഒളിച്ചു കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ ഒരു കാര്യം മാത്രം ജലീലിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഹൈന്ദവ വിശ്വാസി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്രയൊക്കെ ആ നീലക്കുപ്പായത്തിൽ നിന്ന് മാറാൻ ശ്രമിച്ചാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ സാധാരണപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ കരഞ്ഞ് നെഞ്ചുനീറി കരഞ്ഞതിൻ്റെയൊക്കെ പാപഭാരം, ആ പാപഭാരം അനുഭവിക്കാതെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ ഒരാൾക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. താങ്കൾ പറഞ്ഞല്ലോ അയ്യപ്പ ഭക്തന്മാരുടെ അളവുകോൽ ഞങ്ങൾ അളക്കണ്ട, ഞാനും VHPയുടെ നേതാവ് അളക്കണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. താങ്കളുടെ ഈ പറയുന്ന മന്ത്രിസഭയിലെ ഒരു മന്ത്രി, അദ്ദേഹം വാസവൻ എന്ന് പറയുന്ന ഈ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി, അദ്ദേഹം എല്ലാ വർഷവും അവിടെ മണ്ഡല മകരവിളക്ക് സമയത്ത് അവിടെ പോകും. വെറുതെ 10 പേരെ കാണിക്കാനെങ്കിലും ഒന്ന് അയ്യപ്പനെ ആ ദീപാരാധന സമയത്ത് തൊഴാനുള്ള മാന്യത പോലും കാണിക്കാൻ കഴിയാത്ത ഒരു മന്ത്രിയെയാണ് നിങ്ങൾ ഈ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് എന്നെയും അദ്ദേഹത്തെയും പോലെയുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വൈകാരികമായി ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് എന്ന് കൂടി ഞാൻ താങ്കളോട് കൂട്ടിച്ചേർക്കാൻ ഈ അവസരം ഉപയോഗിക്കുക.